Hello, welcome to Red Short Talks. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശകലനത്തിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നിഫ്റ്റി 50യുടെ ഇന്നത്തെ ദിവസത്തെ, അതായത് സെപ്റ്റംബർ 3, 2025 ട്രേഡിംഗ് സാധ്യതകളാണ്. നമ്മുടെ കയ്യിലുള്ളത് ഇന്നലത്തെ സെപ്റ്റംബർ 2 മാർക്കറ്റ് എങ്ങനെയായിരുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു ഇൻട്രാഡേ ട്രേഡിംഗ് പ്ലാനാണല്ലേ. അപ്പോൾ ഇതിലൂടെ നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എന്ത് സംഭവിച്ചു, പിന്നെ ഇന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്, മാർക്കറ്റ് മുകളിലേക്ക് പോകുമോ അതോ താഴേക്ക് പോകുമോ, ഈ സാധ്യതകളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് ഡയറക്ഷനെക്കുറിച്ച് നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടാനത് സഹായിക്കുമെന്ന് വിചാരിക്കുന്നു. ശരി, അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നലെ മാർക്കറ്റിൽ എന്താ പ്രധാനമായിട്ടും കണ്ടത്? നമ്മൾ മുൻപ് സംസാരിച്ച ആ ഒരു റെസിസ്റ്റൻസ് സോൺ 24,650 തൊട്ട് 24,700 വരെയുള്ള ആ ഒരു ഏരിയ, അതെ അതെ, അവിടെ വിലയെത്തി. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അവിടെ ഒരു റിജക്ഷൻ വന്നു, വില താഴേക്ക് വന്നു, അല്ലേ? ശരിയാണ്. ആ 24,650 24,700 റേഞ്ച് അതൊരു സപ്ലൈ സോൺ ആയിരുന്നു. അവിടെ നല്ലൊരു പ്രതിരോധം കണ്ടു. വില അവിടെ തട്ടി താഴേക്ക് തന്നെ പോയി. ഇപ്പോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ ഇന്ന് രാവിലെ മാർക്കറ്റ് നിൽക്കുന്നത് ഒരു സപ്പോർട്ട് സോണിലാണ്. ഓക്കെ. അതായത് 24,550 24,580 എന്ന റേഞ്ചിൽ ഇതൊരു താങ്ങായി പ്രവർത്തിക്കാൻ സാധ്യതയുള്ള ഏരിയയാണ്. ഇന്നത്തെ ദിവസത്തേക്ക് ഇത് വളരെ വളരെ നിർണായകമാണ്. അപ്പോ ഇന്നലെ ആ റെസിസ്റ്റൻസിൽ തട്ടി താഴെ വന്ന് ഇന്ന് മാർക്കറ്റ് ഒരു സപ്പോർട്ട് ലെവൽ ടെസ്റ്റ് ചെയ്യണല്ലേ? അതെ. അപ്പോ ഇന്നത്തെ പ്രധാന ചോദ്യം ഇതാണ്: ഈ 24,550 24,580 ലെവലിൽ ബയേഴ്സ്, അതായത് വാങ്ങുന്നവർ സ്ട്രോങ് ആകുമോ, അതോ സെല്ലേഴ്സ് വീണ്ടും പ്രഷർ കൊടുത്ത് ഇത് ബ്രേക്ക് ചെയ്യുമോ? അതാണ് കാര്യം. ഈ 24,550 24,580 സപ്പോർട്ട് അത് പിടിച്ചു നിർത്താൻ പറ്റിയാൽ മാർക്കറ്റിന് അവിടെ നിന്നൊരു ബൗൺസ്, ഒരു തിരിച്ചുകയറ്റം നമുക്ക് പ്രതീക്ഷിക്കാം. ശരി. ഒരു ലെവലിൽ ചിലപ്പോൾ വാങ്ങാൻ ആൾക്കാർ മുന്നോട്ട് വരാം. എന്നാൽ ഈ സപ്പോർട്ട് ബ്രേക്ക് ആയാൽ, അതായത് വില ഇതിന് താഴെ പോയി ക്ലോസ് ചെയ്താൽ, പിന്നെ അടുത്തൊരു പ്രധാന സപ്പോർട്ട് വരുന്നത് 24,480 അപ്പോൾ അങ്ങോട്ടൊരു വീഴ്ച ഉണ്ടാവാനുള്ള സാധ്യതയും നമ്മൾ കാണണം. ഇന്നലത്തെ ക്ലോസിംഗ് നോക്കുകയാണെങ്കിൽ 24,579.60 ചെറിയൊരു മൈനസ് ക്ലോസിംഗ്, ഏകദേശം ഒരു 0.18%. മറ്റ് ഇൻഡിക്കേറ്ററുകൾ, ഇപ്പോൾ RSI പോലെയുള്ളവ എന്തെങ്കിലും സൂചന തരുന്നുണ്ടോ? ഉണ്ട്. ഇന്നലെ മാർക്കറ്റ് ആ 24,700 ടെസ്റ്റ് ചെയ്ത ശേഷം താഴോട്ട് വന്ന് ഈ 24,550 24,580 എന്ന ഡിമാൻഡ് സോണിന്റെ അടുത്താണ് ക്ലോസ് ചെയ്തത് എന്നത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ RSI നോക്കുമ്പോൾ, അതായത് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, മൊമെന്റം ഇൻഡിക്കേറ്റർ അല്ലേ? അതെ, വിലയുടെ ശക്തി അളക്കുന്ന ആ ഇൻഡിക്കേറ്റർ 15 മിനിറ്റ് ടൈം ഫ്രെയിമിൽ അത് 37.7 ആണ്. ഇത് 30-നടുത്താണ്. സാധാരണ നമ്മൾ 30-ന് താഴെ പോകുമ്പോഴാണ് ഓവർസോൾഡ് എന്ന് പറയാറ്. ഓക്കെ. അപ്പോ ഇത് ഓവർസോൾഡ് സോണിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇതിന്റെ ഒരു സൂചന എന്താണെന്ന് വെച്ചാൽ, ഒരു പക്ഷേ ഈ സെല്ലിംഗ് പ്രഷർ ഒന്ന് കുറയാനും ഈ സപ്പോർട്ട് സോണിൽ നിന്ന് ഒരു ചെറിയ പുൾ ബാക്ക്, ഒരു താൽക്കാലികമായ തിരിച്ചുകയറ്റം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അതൊരു സാധ്യതയാണ്, ഉറപ്പല്ല. അതെ, അതൊരു സാധ്യത മാത്രം. വോളിയം, അതായത് ട്രേഡ് നടന്ന ഷെയറുകളുടെ എണ്ണം, അതെന്തെങ്കിലും സൂചന തന്നോ? അവസാന മണിക്കൂറുകളിൽ നോക്കിയാൽ ഒരു സെല്ലിംഗ് പ്രഷർ കാണാമായിരുന്നു. വിൽക്കാനുള്ളൊരു താൽപ്പര്യം കൂടുതലായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ആ 24,550 24,580 എന്ന ഡിമാൻഡ് സോൺ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. ശരി. അപ്പൊ അതിനർത്ഥം അവിടെ ഇപ്പോഴും വാങ്ങാൻ താൽപ്പര്യമുള്ളവരുണ്ടെന്ന് തന്നെയാണ്. അതുകൊണ്ട് ആ സോൺ ഇന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. മനസ്സിലായി. ശരി, ഇനി നമുക്ക് രണ്ട് പ്ലാനുകളും, അതായത് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയും താഴേക്ക് പോകാനുള്ള സാധ്യതയും കുറച്ചുകൂടി വ്യക്തമായിട്ട് നോക്കാം. ആദ്യം ബുള്ളിഷ് പ്ലാൻ. മുകളിലേക്ക് പോകാനാണെങ്കിൽ എവിടെയായിരിക്കും ഒരു ലോങ് എൻട്രി, അതായത് വാങ്ങാൻ ഒരവസരം കിട്ടാൻ സാധ്യത? നമ്മളിപ്പോൾ പറഞ്ഞ സപ്പോർട്ട് സോൺ 24,550 24,580 അവിടെ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആ ഏരിയയിൽ വില വന്നിട്ട് അവിടെ ഒരു ബുള്ളിഷ് റിവേഴ്സൽ കാൻഡിൽ കാണിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു ഹാമർ കാൻഡിൽ, അതായത് താഴെ നീണ്ടൊരു വാലും ചെറിയ ബോഡിയുമുള്ള താഴോട്ടുള്ള പ്രഷറിനെ തടഞ്ഞു എന്ന് കാണിക്കുന്ന ഒരു കാൻഡിൽ, ഓക്കെ, അല്ലെങ്കിൽ ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് പാറ്റേൺ,
അതായത് മുമ്പത്തെ ഇറക്കത്തിനെ മൊത്തത്തിൽ കവർ ചെയ്യുന്ന ഒരു വലിയ പച്ച ക്യാൻഡിൽ. അങ്ങനെ ഒരു സിഗ്നൽ കിട്ടിയാൽ അത് വാങ്ങാനുള്ള ഒരു സൂചനയായിട്ടെടുക്കാം. അവിടെ ഒരു ലോങ് എൻട്രിക്ക് സാധ്യതയുണ്ട്. അങ്ങനെ ഒരു എൻട്രി എടുത്താൽ സ്റ്റോപ്പ് ലോസ് എവിടെ വെക്കുന്നതാണ് നല്ലത്? ടാർഗറ്റുകൾ എന്തൊക്കെയായിരിക്കും? സ്റ്റോപ്പ് ലോസ് എന്തായാലും ആ സപ്പോർട്ട് സോണിന് കുറച്ചുകൂടി താഴെ വെക്കണം. ഒരു 24,520 ലെവലിന് താഴെ വെക്കുന്നത് സേഫ് ആയിരിക്കും. കാരണം 24,550 ബ്രേക്ക് ചെയ്താൽ പിന്നെ പെട്ടെന്ന് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ നഷ്ടം ലിമിറ്റ് ചെയ്യണം. മുകളിലേക്കുള്ള ആദ്യത്തെ ടാർഗറ്റ് 1 ഇന്നലെ തടസ്സമായി നിന്ന ആ 24,650 ലെവല് തന്നെയാണ്. ശരി. ആ ലെവല് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ രണ്ടാമത്തെ ടാർഗറ്റ് 2 ആയിട്ട് 24,720 കാണാം. പിന്നെ ഇതിൽ കുറച്ചുകൂടി അഗ്രസീവായിട്ട് ചിന്തിക്കുന്നവർക്ക് വേറൊരു സാധ്യത കൂടിയുണ്ട്. അതെന്താണ്? മാർക്കറ്റ് ഒരു പക്ഷേ ഇന്ന് രാവിലെ ഒരു ഗ്യാപ് ഡൗണിൽ തുറക്കുകയാണെന്ന് വെക്കാം. അതായത് ഇന്നലത്തെ ക്ലോസിങ്ങിനേക്കാൾ താഴെ. എന്നിട്ട് വില 24,500 എന്ന ഡിമാൻഡ് സോണിന്റെ അടുത്തേക്ക് വരികയാണെന്ന് വെക്കാം. അവിടെ നിന്നും ഒരു റിക്കവറി, ഒരു ബൗൺസ് ബാക്ക് വരുന്നുണ്ടോ എന്ന് നോക്കാം. അങ്ങനെ ശക്തമായ ഒരു തിരിച്ചുവരവ് അവിടെ കാണിക്കുകയാണെങ്കിൽ അതും ഒരു വാങ്ങലവസരമായിട്ട് പരിഗണിക്കാം. പക്ഷെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം, നല്ല കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം. ശരി. അപ്പോൾ ബുള്ളിഷ് സൈഡ് നമ്മൾ നോക്കി. ഇനി മറ്റേ വശം, മാർക്കറ്റ് താഴേക്കാണ് പോകുന്നതെങ്കിൽ, അതായത് ബെയറിഷ് പ്ലാൻ, എവിടെയായിരിക്കും ഒരു ഷോർട്ട് എൻട്രി, വിൽക്കാനുള്ളൊരവസരം? അവിടെയും നമ്മൾ ഇന്നലെ കണ്ട റെസിസ്റ്റൻസ് സോൺ 24,650, 24,700 അന്ന് അത് പ്രധാനം. ഒരു സാധ്യത എന്താന്ന് വെച്ചാൽ മാർക്കറ്റ് ഈ സപ്പോർട്ടിൽ നിന്ന് കുറച്ചൊന്ന് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുന്നു. റെസിസ്റ്റൻസ് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നു. അതെ. എന്നിട്ട് വീണ്ടും ആ 24,650, 24,700 ഏരിയയിൽ എത്തുമ്പോൾ അവിടെ വെച്ച് വീണ്ടും താഴേക്ക് തള്ളപ്പെടുന്നു. അവിടെ ഒരു ബെയറിഷ് ക്യാൻഡിൽ, അതായത് വില താഴോട്ട് പോവാൻ സാധ്യതയുണ്ട് എന്ന് കാണിക്കുന്ന ഒരു ചുവപ്പ് ക്യാൻഡിൽ രൂപപ്പെടുകയാണെങ്കിൽ, ഉദാഹരണം ഷൂട്ടിംഗ് സ്റ്റാർ പോലെ. ഷൂട്ടിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ബെയറിഷ് എൻഗൾഫിംഗ് ഒക്കെ നല്ല ഉദാഹരണങ്ങളാണ്. അങ്ങനെയൊന്ന് കണ്ടാൽ അതൊരു ഷോർട്ട് എൻട്രിക്കുള്ള സിഗ്നലായിട്ട് എടുക്കാം. ഓക്കെ. അപ്പോൾ അതിന്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റുകളും? സ്റ്റോപ്പ് ലോസ് തീർച്ചയായും ആ റെസിസ്റ്റൻസ് സോണിന് മുകളിലായിരിക്കണം. ഒരു 24,730 ലെവലിന് മുകളിൽ വെക്കാം. താഴേക്കുള്ള ആദ്യത്തെ ടാർഗറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ പ്രധാന സപ്പോർട്ട് സോൺ തന്നെ, 24,580. അവിടെ എത്താനാണ് ആദ്യ സാധ്യത. അതെ. ഇനി അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ രണ്ടാമത്തെ ടാർഗറ്റ് 24,520 ആയിരിക്കും. ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ഈ 24,520 ലെവലും ബ്രേക്ക് ആവുകയാണെങ്കിൽ അടുത്തൊരു സ്ട്രോങ് ഡിമാൻഡ് സോൺ ഉള്ളത് 24,480 അത് മുൻപ് പലതവണ സപ്പോർട്ട് എടുത്ത ലെവലാണ്. അതെ. അപ്പോ ഒരുപക്ഷെ അവിടം വരെയും വില താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതൊരു എക്സ്റ്റൻഡഡ് ടാർഗറ്റായിട്ട് മനസ്സിൽ വെക്കാം. അപ്പോ ഇന്നത്തെ ട്രേഡിങ്ങിന് ഒരു പൊതുവായ ഡയറക്ഷണൽ ബയസ്, ഒരു പക്ഷപാതം എങ്ങനെ നമുക്ക് രൂപപ്പെടുത്താം? ഏത് ലെവലാണ് ഏറ്റവും പ്രധാനം? ഇന്ന് ശരിക്കും ഒരു ഫൈറ്റിലടക്കാൻ പോകുന്നത് ഈ 24,550, 580 സപ്പോർട്ടിനും 24,680, 700 റെസിസ്റ്റൻസിനും ഇടയിലാണ്. വില 24,650 മുകളിൽ കയറി സ്റ്റേബിളായിട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങിയാൽ അപ്പോൾ ഒരു ബുള്ളിഷ് ബയസ് വരും. അതായത് മുകളിലേക്ക് പോകാനുള്ള സാധ്യത കൂടും. അപ്പോൾ 24,720, 780 റേഞ്ചിലേക്ക് നോക്കാം. അതെ. അങ്ങനെ വന്നാൽ 24,720 മുതൽ 24,780 വരെയുള്ള അടുത്ത റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് ഒരു നീക്കം പ്രതീക്ഷിക്കാം. നേരെ മറിച്ച് 24,650 വീണ്ടും റിജക്ഷനാണ് വരുന്നതെങ്കിൽ ബെയറിഷ് ബയസ്, താഴോട്ടു പോകാനുള്ള സാധ്യത കൂടും. അപ്പോൾ താഴത്തെ സപ്പോർട്ടുകളിലേക്ക് ശ്രദ്ധിക്കണം. അതെ. അപ്പൊ നമ്മൾ 24,580, പിന്നെ 24,520, അത് കഴിഞ്ഞാൽ 24,480 ഈ ലെവലുകളിലേക്ക് ശ്രദ്ധിക്കണം. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാക്ടിക്കൽ ടിപ്പ് പറയാനുള്ളത്, ഈ രണ്ട് സോണുകൾക്കും ഇടയിലുള്ള ഒരു ഏരിയ, അതായത് ഏകദേശം 24,600 റേഞ്ച്. ആ മിഡ് റേഞ്ച്. അതെ. ആ മിഡ് റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നത് കുറച്ച് റിസ്കിയാണ്. അവിടെ ട്രേഡ് ചെയ്യുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത്. ഓ, അതെന്തുകൊണ്ടാണ്? ആ 24,600 റേഞ്ചിൽ എന്താ പ്രശ്നം? കാരണം അത്തരം സ്ഥലങ്ങളിൽ പ്രധാന സപ്പോർട്ടിനും റെസിസ്റ്റൻസിനും ഇടയിലുള്ള വ്യക്തതയില്ലാത്ത സ്ഥലങ്ങളിൽ മാർക്കറ്റ് പലപ്പോഴും ഒരു ഡയറക്ഷൻ ഇല്ലാതെ ചാഞ്ചാടാൻ സാധ്യതയുണ്ട്. ചോപ്പി മാർക്കറ്റ് എന്ന് പറയും. ഓക്കെ, സൈഡ് വേസ് പോലെ.
സൈഡ്വേസ് എന്നതിനേക്കാൾ ചെറിയൊരു റേഞ്ചിനുള്ളിൽ പെട്ടെന്ന് മുകളിലേക്കും താഴേക്കും പോയി വരും. ഇത് ട്രേഡർമാരെ കൺഫ്യൂസ് ആക്കും. സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണവിടെ. ശരി. വ്യക്തമായ ഒരു ട്രെൻഡ് കിട്ടുന്നത് സാധാരണ ഈ പ്രധാന സപ്പോർട്ട് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് സോണുകളിൽ വെച്ചായിരിക്കും. അപ്പോൾ ആ ഇടയിലുള്ള ചോപ്പി സോണിൽ നിന്ന് മാറി നിൽക്കുന്നതാണ് ബുദ്ധി. അത് വളരെ നല്ലൊരു പോയിന്റാണ്. അപ്പോൾ ഇന്നത്തെ ഈ വിശകലനം നമുക്കൊന്ന് ചുരുക്കി പറയാം. നിങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് 2 സോണുകളാണ്. താഴെ 24,550, 24,580 എന്ന സപ്പോർട്ട് സോൺ, മുകളിൽ 24,650, 24,700 എന്ന റെസിസ്റ്റൻസ് സോൺ. മാർക്കറ്റ് ഈ 2 അതിർത്തികളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന് നോക്കിയാൽ ഇന്നത്തെ കളി എങ്ങോട്ടാണെന്ന് ഒരു ഏകദേശ ധാരണ കിട്ടും. തീർച്ചയായും ഈ ടെക്നിക്കൽ ലെവലുകൾ ഒരു ഫ്രെയിംവർക്ക് തരുന്നുണ്ട് ഇന്നത്തെ മാർക്കറ്റ് എങ്ങനെ ആയിരിക്കുമെന്ന് മനസ്സിലാക്കാൻ. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ ടെക്നിക്കൽ ലെവലുകൾ മാത്രം പോരാ. ഇന്ന് ചിലപ്പോൾ പ്രധാനപ്പെട്ട എന്തെങ്കിലും സാമ്പത്തിക വാർത്തകൾ വരാം, അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ എന്തെങ്കിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാവാം. ന്യൂസ് ഫാക്ടേഴ്സ്. അതെ, ഈ ന്യൂസ് ഫാക്ടേഴ്സ് എങ്ങനെ ഈ ലെവലുകളെ ബാധിക്കാമെന്നു കൂടി നമ്മൾ ചിന്തിക്കണം. ചിലപ്പോൾ ഒരു പ്രധാന വാർത്ത വന്നാൽ ഈ സപ്പോർട്ട് ഈസിയായി ബ്രേക്ക് ചെയ്യാം, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു തിരിച്ചുവരവുണ്ടാവാം. ശരിയാണ്. അതുകൊണ്ട് ഈ ടെക്നിക്കൽ ചിത്രം മാത്രം നോക്കാതെ ചുറ്റും നടക്കുന്ന മറ്റു കാര്യങ്ങളെക്കുറിച്ചും ഒരു ബോധ്യം വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അത് നിങ്ങളുടെ ട്രേഡിംഗ് തീരുമാനങ്ങൾക്ക് കൂടുതൽ ബലം നൽകും. എന്തായാലും ഈ ലെവലുകളും നമ്മൾ ചർച്ച ചെയ്ത സാധ്യതകളും നിങ്ങളുടെ ഇന്നത്തെ ട്രേഡിംഗ് തീരുമാനങ്ങൾക്ക് സഹായകമാകട്ടെ.